3000-ലധികം ദിവസങ്ങൾ, ഏകദേശം 8 വർഷത്തിലധികം പിന്നിട്ട തിരുവചന ധ്യാനശകലങ്ങൾ, അത്രയധികം കഷ്ടപ്പെട്ട് ചെയ്ത ആ കഠിനാധ്വാനത്തിന് മലങ്കര ശബ്ദത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും തിരുമേനിക്ക് അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു തിരുവചന ധ്യാനശകലങ്ങൾ ചെയ്യണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? ഞാനൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഈ 2016 50 നോമ്പ് തുടങ്ങുന്നത് ഫെബ്രുവരി 8-ാം തീയതി. അത് തുടങ്ങിയ ശുഭക്കോൻ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അന്നങ്ങാണ്ട് ഗൾഫിൽ നിന്ന് 2 മുതിർന്ന സ്നേഹിതർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേർ പലരും ദൂരത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്നിടത്തുണ്ട്, അവർക്ക് നമ്മുടെ കുർബാനയില്ല, അവർ സുവിശേഷകരില്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരില്ല, അവർക്കൊരു സുവിശേഷം എത്തിക്കാൻ ഒരു മാർഗവുമില്ലല്ലോ എൻ്റെ തിരുമേനി എന്ന് അവർ ഒന്നിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി. അപ്പം ഞാൻ നോമ്പിലായാലും നന്നായി പ്രാർത്ഥനയോടെ കുറച്ച് ദിവസം ഇരുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നോമ്പിൽ ഈ കാര്യം സാധിക്കാമെന്ന് വെച്ച് വളരെ ചുരുക്കം പേർക്ക് ഞാൻ അയച്ചു കൊടുത്തുള്ളൂ. എനിക്ക് 10-25 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അവരെല്ലാം എന്നെ വല്ലാതെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അതിൽ പ്രമുഖരായ പലരും ഉണ്ടെന്നുള്ള രസം. അവരാണ് കൂടുതൽ എന്നെ എനിക്ക് പ്രചോദനമായി തീർന്നതും. നന്നായി തിരുമേനി എന്ന് പറഞ്ഞ് ഒരു ദിവസം താമസിച്ചാൽ പോലും അവരെന്നോട് പറയുകയൊക്കെ ചെയ്തായിരുന്നു. കഷ്ടപ്പാട് എനിക്ക് കഷ്ടപ്പാടിനേക്കാൾ എനിക്ക് തോന്നുന്നൊരു പ്രത്യേകത, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തിരി വേദനയും പ്രയാസം അനുഭവിച്ച സമയമാണ്. എനിക്ക് എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റി വയ്ക്കാൻ ഒരു വേദോസ്ത ചിന്തയായിരുന്നു എന്നെ കൂടുതൽ സഹായിച്ചത്. അത് ഈ ഡെയിലിയുള്ള കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം, ധ്യാനിക്കണം. അങ്ങനെ ആയപ്പോൾ പലതും എൻ്റെ മനസ്സിൽ നിന്ന് മറ്റുള്ള ചിന്തകൾ, നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി വന്ന് കയറിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ദൈവാത്മാവ് നടത്തി ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്തത് ഈ കേൾക്കുന്നവരുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ തുടങ്ങിയപ്പോൾ ഇച്ചിരി കൂടെ സമയം എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ വളരെ കുറച്ചും കൂടെ പ്രിസൈസായിട്ട് പറ്റുമെങ്കിൽ 3 മിനിറ്റിൽ തീർക്കാൻ നോക്കും. 2 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതുകൊണ്ട്, 1.5 മിനിറ്റ് കൊണ്ട് തീർക്കുന്നതുകൊണ്ട് വളരെ ചുരുക്കം, ഒത്തിരി ചുരുക്കം. പ്രത്യേകിച്ച് ഞായറാഴ്ച 5 മിനിറ്റ് എടുത്ത് ചിലപ്പോൾ അത് തീരില്ല എന്ന് കണ്ടാൽ മാത്രം. ഈ ഇത്തരം വലിയ ധ്യാനശകലങ്ങൾ, തിരുവചന ധ്യാനശകലങ്ങൾ ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുമുണ്ട്. എന്നാൽ പക്ഷേ അത് എത്രത്തോളം സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തുന്നതായിട്ട് തിരുമേനിക്ക് തോന്നിയിട്ടുണ്ട്? എൻ്റെ പ്രസംഗമുണ്ട്. അതെ, ഒത്തിരി പേര് ചില സമയത്ത് ചില പ്രസംഗങ്ങൾ കേട്ടിട്ട് അവർ കണ്ണീരോടെ ഓഡിയോ മെസ്സേജസ് അയച്ചു തരാറുണ്ട്. ഇന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് ഇത് കിട്ടിയത്. പിന്നെ ഞാനൊരു പബ്ലിസിറ്റിക്കൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിരുന്നു എന്ന് പറയുന്ന ഒത്തിരി പേര്. ഈ അടുത്തിടെയുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ വെറുതെ ഷോ പറയുന്ന ആളല്ല ഞാൻ. ഇന്നതിനോടൊരു എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങേർക്കൊന്നും നേടാനുമില്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. പണ്ടൊക്കെ ഞാൻ നമ്മുടെ തിരുമേനിമാരുടെയൊക്കെ പ്രത്യേകിച്ച് പറയുമായിരുന്നു. ഇപ്പോഴൊരു പ്രശ്നം, എൻ്റെ പ്രസംഗം അവിടുത്തെ കത്തോലിക്കർക്ക് കുറേ പേര് കേൾക്കുന്നുണ്ട്. അവരെയും കൂടെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് നമ്മുടെ വേദപുസ്തകത്തിന് പൊതുവിഷയമേ എടുക്കാറുള്ളൂ എന്ന് മാത്രം. തിരുമേനിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാരായിരുന്നു? ആ സ്വാധീനം ഏത് തരത്തിലായിരുന്നു? എൻ്റെ മാതാപിതാക്കളാണ് ഏറ്റവും വലിയത്. ഞങ്ങൾ കുടിയേറ്റക്കാരാണ്. ഞങ്ങൾ കല്ലുപ്പാറ ആയിരുന്നു ആദ്യം, പിന്നെ പൊറോട്ടത്തായി, പിന്നെ അവിടുന്ന് ഞങ്ങൾ കല്ലുപ്പാറ പൊറോട്ട ഉണ്ടല്ലോ അതവിടെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വടക്കഞ്ചേരിക്ക് പോയതാണ് എൻ്റെ വളരെ കുഞ്ഞുപ്രായത്തിൽ. അവിടെ ചെല്ലുമ്പോൾ അവിടെ കഷ്ടപ്പാടോടൊപ്പം പ്രാർത്ഥനയും 4:00 എഴുന്നേൽക്കണമായിരുന്നു ഞങ്ങൾക്ക്. കാരണം പണിക്കാരൊക്കെ നേരത്തെ അവിടുത്തെ ഞങ്ങളുടെ അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത്, പണിക്കാരൊക്കെ വരുമ്പോൾ ഒരു 6 മണിക്ക് പണി പോകും, 10 മണിക്ക് നിർത്തും, പിന്നെ അതായത് 3 മണിക്ക് പണിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുപ്പിനെ തുടങ്ങുന്നതുകൊണ്ട് വെളുപ്പിനെ 4:00 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പണിക്ക് പോയി. പണിക്കുന്നവർ നമ്മുടെ പറമ്പിൽ തന്നെയാണെങ്കിൽ പണിക്കാർ വരുന്ന ആ സമയത്ത്
അവരുടെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ഒത്തിരി പ്രത്യേകിച്ച് അമ്മയുടെയും അപ്പൻ്റെയും അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം 3 മണി വരെ 9 മണി വരെ ഉപവസിക്കുന്നവർക്ക് ആ പ്രായത്തിൽ എന്നെയും ഉപവസിപ്പിച്ചിട്ടുണ്ട് ചില നേർച്ചകളൊക്കെ നേർന്നു. അതൊക്കെ അന്നൊക്കെ ഇച്ചിരി കട്ടിയാണ്. പക്ഷെ ഇപ്പം അത് നന്നായെന്ന് തോന്നും. പിന്നെ തിരുമേനിമാരെല്ലാവരും എൻ്റെ ഗുരുക്കന്മാർ യോഹാനന്മാർ സഹോദര തിരുമേനി, ജോഷുവാച്ചൻ, പൊള്ള, അതുപോലെ തന്നെ സ്താത്യോസ് തിരുമേനി, പൗലോസ് ഗിരിഗോറിയോസ് തിരുമേനി, ഇവരൊക്കെ അല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരു പയ്യൻ നിലയ്ക്ക് അവരൊക്കെ എനിക്ക് ആരാധനാമൂർത്തികളെന്ന പോലെ. ഒരു വൈദികനോ മേൽപ്പട്ടക്കാരനോ ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കുടിയേറ്റ മേഖലയിൽ വളർന്ന ഒരു തിരുമേനി കാർഷിക മേഖലയുടെ ഒരു ഭാഗമായിട്ട് മാറുമായിരുന്നോ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റ് ഏതെങ്കിലും സ്ഥാനത്തേക്ക് എത്തപ്പെടുമായിരുന്നോ? അങ്ങനെ ഒരു ചിന്തയൊന്നും മനസ്സിൽ വന്നിട്ടില്ല ഇതുവരെ. അന്ന് തീരെ ചെറിയ പ്രായത്തിൽ 8ാം ക്ലാസ് മേടിക്കും ഒഴിവായി കയറി. പിന്നെ പള്ളിയായിരുന്നു പ്രധാന വിഷയം. പിന്നെ സെമിനാരി 3 ഡിഗ്രി കഴിഞ്ഞ് സെമിനാരി പോയതാണ്. അപ്പം പിന്നെ വേറൊരു ചിന്ത എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൊച്ചപ്പൻ മിലിറ്ററിയിലായിരുന്നു. അദ്ദേഹം മറ്റേ അല്ലാതെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് എന്നെ പട്ടാളത്തിൽ കൊണ്ട് ചേർത്താക്കൊള്ളാം. പക്ഷെ ഞാൻ അതിനൊരു ചിന്ത എൻ്റെ മനസ്സിൽ. ഞാൻ സെമിനാരിലേക്ക് പോകുന്നു എന്ന് പറയാനായിട്ട് ചെന്നപ്പോൾ അവധിക്ക് വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു. വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം പ്രാർത്ഥന ചെയ്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനെ ഒരു പട്ടാളക്കാരനാണ്. പക്ഷെ അതിനകത്ത് ഞാൻ ദോഷമൊന്നും കണ്ടെത്തിയിരുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ തിരിച്ചു വിട്ടു എൻ്റെ ജീവിതം. അങ്കമാലി ഭദ്രാസനത്തെ കുറിച്ച് സഭയിൽ മൊത്തത്തിൽ വ്യാപകമായ പല ആക്ഷേപങ്ങളും ഇപ്പോൾ ഉണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെ പരിഹരിക്കുവാനുള്ള ക്രമങ്ങൾ തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ കള്ളങ്ങൾ പറഞ്ഞു വരുത്താൻ പലർക്കും മിടുക്കുണ്ട്. ആ കള്ളങ്ങൾ നമുക്ക് പറഞ്ഞ് തീർക്കാൻ ഒക്കത്തില്ല. കഴിഞ്ഞത് പാവം പറയുമായിരുന്നല്ലോ, കള്ളങ്ങൾ കാതങ്ങൾ അപ്പുറം എത്തിയാലേ സത്യം പാദരക്ഷ അണിഞ്ഞു വരുമെന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. അത് പ്രാർത്ഥനാപൂർവ്വം പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. പിന്നെ പരിശുദ്ധ ബാവ തിരുമേനി ഒക്കെ ആയിട്ട് ഇടപെട്ട് ഇത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് തീർന്നു. പക്ഷെ അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കൊരു കൽപ്പന കിട്ടിയിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, നവമാധ്യമങ്ങളുടെ ഒരു കുഴപ്പം, നവമാധ്യമങ്ങളോട് മറ്റുള്ളവരെ തേജോവധം ചെയ്യാം, എന്നിട്ട് ഞാൻ മിടുക്കനാന്ന് മറ്റുള്ളവർക്ക് ഓർപ്പിക്കാം. ഒരു ദേശത്തെ ഒരുത്തൻ അവിടെ ഇടയ്ക്കോ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലെങ്കിലും 10 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അത് കുറേ പേരെ ചേർത്ത് അഡ്മിനായിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം അച്ചായനായിട്ടായിരുന്നു. അത് ഒരു വലിയ ദയനീയ അവസ്ഥയാണ്. അത് അല്ലാതെ അവിടെ ഈ പറയുന്ന സംഗതികൾ എല്ലാം സുതാര്യമായി പോകണമെന്ന് ആദ്യം മുതലേ ആഗ്രഹിച്ച ആളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ അവിടെ കൗൺസിലില്ല, ഭദ്രാസന അസംബ്ലി ഇല്ല. നമ്മൾ പറയില്ല പ്രസിഡൻഷ്യൽ ഭരണം എന്ന് പറയുന്ന പോലെ പ്രസിഡൻഷ്യൽ ഭരണമായിരുന്നു. അത് ഭംഗിയല്ലല്ലോ എന്ന് കണ്ട് പല പ്രാവശ്യം ഞാൻ പൗലോസ് ബാവാതിനെ പരിശുദ്ധ പൗലോസ് ബാവാതിനെ പോയി കണ്ടു. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനിക്ക് എന്ത് ഇത്ര ധൃതി, അവിടുത്തെ സാമൂഹിക കാഴ്ച ചുറ്റുപാട് തിരുമേനിക്ക് അറിയാഞ്ഞിട്ട് ഇത്രയും ധൃതി എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പം തോന്നി തുടങ്ങിയിരിക്കണോ. അത് കണക്കിനാണെങ്കിൽ ഓഡിറ്റേഴ്സിനെ വെച്ചത് ഞാനാണ്, 2 പേര് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. അവിടുത്തെ ബാക്കിയെല്ലാം കൊണ്ടുവന്നത് ഞാനാണ്, എൻ്റെ കാലത്ത് മാത്രമാണ്. അതിൻ്റെ ഒരു രേഖ അവിടെ ഉണ്ട്, മിനിറ്റ്സ് നോക്കിയാൽ അറിയാം. അതിന് മുമ്പത്തെ 2 വർഷത്തെ കണക്ക് പാസ്സാക്കുന്നത് ഞാൻ വന്നതിന് ശേഷം. എനിക്കൊന്ന് പരിശുദ്ധ പൗലോസ് തിരുമ്പാവയുടെ കാലത്ത് സസ്പെൻഡ് ചെയ്തിട്ടേക്ക് അറിയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ചോദിച്ചുകൊണ്ട്, ഞാൻ എറണാകുളം പള്ളിയിലെ അച്ഛനായിരുന്നു. ദേവടത്തിന് എനിക്ക് എന്നെ പ്രിയമായിരുന്നു. ഞാൻ ഈ കൊച്ചനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ അവിടെ തരും.
ആലുവ എറണാകുളം പറഞ്ഞ വളരെ അടുത്ത ദൂരമല്ലേ, സ്കൂട്ടറിലായിരുന്നു. ഒരു പ്രാവശ്യം ചിലപ്പം ഭദ്രാസന പുതിയ നടക്കുക 10 മണിയായി, എപ്പോൾ രാത്രി. അത്രയ്ക്ക് രൂക്ഷമായിരുന്നു അവിടുത്തെ ഭദ്രാസന പുതിയ. ഒരു പ്രാവശ്യം മിനിറ്റ്സ് ബുക്ക് വലിച്ചിരുന്നു സെക്രട്ടേറിയറ്റ്. അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാടുണ്ടായി. ഈ തിരുമേനിമാരെ മാറ്റാൻ പലപ്പോഴും ദേവലോകത്ത് സമരം ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അതിൻ്റെ പടം എൻ്റെ കയ്യിലുണ്ട്. മനോരമ പത്രത്തിൽ വന്നതും മറ്റു പത്രങ്ങൾ വന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കലുഷിതമാണ് അവിടുത്തെ കാര്യങ്ങളെന്നും അത്. അല്ലാതെ ഇന്നത്തെ ഒരു പുതിയ സംവിധാനമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ തേപ്പിലസിനെ കാണാനായിട്ട് അവിടെ ചെന്നു. ഇറങ്ങിപ്പോരുന്ന സമയത്ത് അവിടെ ഒരു സപ്പോർട്ടുണ്ട്. അതിനുവേണ്ടി ചെടി വെക്കുന്ന പ്രേക്കാരാണല്ലോ, അതിൻ്റെ ചുറ്റും ചെടിച്ചട്ടികളുണ്ട്. അതിൻ്റെ ചുറ്റും ഒത്തിരി ജനങ്ങളിരുന്ന് തേപ്പിലസിനെ നല്ല നല്ല ഭക്ത ഭാഷയിൽ ചീത്ത വിളിക്കുക. ഞാനൊക്കെ ദൈവത്തെ പോലെ കണ്ട മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ഞാൻ ചോദിച്ചിരുന്നു, താഴെ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു. ആദ്യം ഇവിടെ ഇങ്ങനെ സ്ഥിരമുള്ളതാണ്, മക്കളതൊന്നും നോക്കണ്ട, പൊക്കണം. ഇത് ഇന്നുള്ള പുതിയൊരു സംവിധാനമൊന്നുമില്ല. നവമാധ്യമങ്ങൾ കൂടിയപ്പം അത് ഇച്ചിരി കൂടുതലാണ്. ഇന്ന് സഭയിലെ ഒട്ടനവധി ആളുകൾ തിരുമേനി മുമ്പ് പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിനും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്, പ്രത്യേകിച്ച് കാനഡ, UK, യൂറോപ്പ്. ഇനി സഭയുടെ ഒരു വളർച്ച ആ മേഖലകളിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് തിരുമേനി കരുതുന്നുണ്ടോ? സഭയുടെ അങ്ങോട്ടൊക്കെ നമ്മുടെ മക്കൾ, ആത്മീയ മക്കൾ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ പോകുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നല്ല ശമ്പളവും നല്ല ഇതും കിട്ടുന്ന ഒത്തിരി ജോലിയുണ്ട്. അതെല്ലാം കളഞ്ഞു പൊളിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഹിന്ദിക്ക് ഒരു ടീച്ചറെ നമ്മുടെ മലങ്കര സഭയിൽ എവിടെയൊക്കെ നമ്മുടെ ഒരാളെ കിട്ടുമോ? ഇല്ല. ഹിന്ദിക്ക് ഒരു ടീച്ചറെ കിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഈ അടുത്തിടയിൽ നമ്മുടെ ഒരു സ്കൂളിൽ ചുമതലക്കാർ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ തന്നെ നല്ല ടീച്ചറെ കിട്ടുകയാണ്. ഒരു കൊച്ചിനെ കൊണ്ടുവരാമെങ്കിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. കൊടുക്കാനില്ല. അതിനകത്തെ അവസ്ഥ. സഭയിലെ മെത്രാപ്പൊലിത്തന്മാർക്ക് റിട്ടയർമെൻറ്റ് ആവശ്യമാണ് എന്ന് തിരുമേനി കരുതുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റിതര സഭകൾ ചെയ്യുന്നത് പോലെ റിട്ടയർ ആകുന്ന മെത്രാപ്പൊലിത്തന്മാരെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു പാർപ്പിട സ്ഥലങ്ങൾ ഉണ്ടാകേണ്ടതും സഭയുടെ ആവശ്യമായി കരുതുന്നുണ്ടോ? റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്തൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ തിയോളജിക്കലായിട്ട് എനിക്ക് മാറാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ചുവന്നുപ്പേര് ഇന്ന് തന്നെ സഭയിൽ വിവാഹം കഴിക്കുന്നു എന്നാണുള്ള വിശ്വാസം. അതാണ് ഇതിനകത്ത് സത്യത്തിരുമേനിയൊക്കെയുടെ കാലത്ത് ഈ ചർച്ചയിൽ വന്നപ്പം തിരുമേനി പറഞ്ഞിരുന്ന വിഷയം അതാണ്. ഇതേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഭരണത്തിലിരിക്കുന്നതിനേക്കാൾ സ്വസ്ഥത റിട്ടയർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ തത്വത്തിൽ ആത്മീയ തലത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഇതുപോലെ, അതായത് ഞാനിത് പറയുമ്പം എല്ലാവരും എന്നോട് എതിർക്കുമായിരിക്കും. പക്ഷേ ആത്മീയ തലത്തിൽ ഇതാണ്. സത്യത്തിരുമേനിയുടെ കാലത്ത് ഇത് ഇതിനകത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ തിരുമേനി ആദ്യം പറഞ്ഞത് ഇതാണ്, സഭയെ വിവാഹം കഴിച്ചവർ എന്ന അർത്ഥത്തിലാണ്. പിന്നെ റിട്ടയർ ചെയ്യുന്നതിൻ്റെ പ്രായപരിധി വെക്കുമ്പോൾ കുഴപ്പം, 75 വയസ്സായിട്ടും 70 വയസ്സായിട്ടും ആരോഗ്യമില്ലാത്തവർ കാണാം. അതേസമയത്ത് 80 വയസ്സുണ്ടെങ്കിലും എല്ലാം ആരോഗ്യമായിട്ട് ചെയ്യുന്നവരും കാണും. ഇത് വരുമ്പം പിന്നെ വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ സത്യത്തിരുമേനി എന്ന് പറയുന്ന ആൾ പ്രായത്തിൽ കഴിഞ്ഞ് ഓടി നടന്ന ആളാണ് ചെറുപ്പമായിട്ട്. അതിനെക്കുറിച്ച് ഞാനൊരു അന്തിമ ഇത് പറയുന്നില്ല. കാഴ്ചപ്പാടുകൾ വ്യക്തതയോടും സുദൃഢതയോടും ഇത്രയും നേരം നമ്മളോട് സംവദിച്ചത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അഭിമന്യനായ യോഹന്നാൻ മാർ പോളിക്കർപ്പസ് തിരുമേനിയാണ്. അഭിമന്യ തിരുമേനി ഹസോണിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഏറ്റവും സന്തോഷപൂർവ്വം കടന്നു വന്നു. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും മലങ്കര ശബ്ദം ചാനലിന് വേണ്ടിയും ഹസോൺ എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടിയും അഭിമന്യ തിരുമേനിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവിധമായ തിരുമേനിയുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങളിൽ, പ്രത്യേകിച്ച് ഏകദേശം 3000-ലധികം ദിവസം പിന്നിട്ട ആ തിരുവചന ധ്യാന ശകലം ഇനിയും നല്ല രീതിയിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം
ഉതകുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധമായ നന്ദിയും സ്നേഹവും അഭിവന്ദ്യ തിരുമേനിയോട് അറിയിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ഇതിനു വേണ്ടി അഭിമുഖത്തിൽ അതിനുവേണ്ടി ഒരു മുന്നൊരുക്കത്തോട് വന്ന് ചോദിക്കുകയും ചെയ്ത ഈ ചാനലിൻ്റെ ബന്ധപ്പെട്ടവരോടും പ്രത്യേകിച്ച് അഭിമുഖം നടത്തിയ ഡോക്ടർ റോബിനോടും കൂടെ വന്നിട്ടുള്ളവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.